നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നഗരസഭാ ചെയർമാൻ ഏകപക്ഷീയമായി പ്രവർത്തിക്കുന്നുവെന്ന് ആരോപണം. കാഞ്ഞങ്ങാട് നഗരസഭയ്ക്ക് മുന്നിൽ UDF കൗൺസിലർമാരുടെ സമരം. UDF ഭരണകാലത്തെ അഴിമതി അന്വേഷിക്കണമെന്ന ആവശ്യം. DYFI പ്രവർത്തകർ നഗരസഭാ ഓഫീസിന് മുന്നിൽ പോസ്റ്റർ പതിച്ചു. ഓണം സീസൺ മുൻനിർത്തി ജില്ലയിലേക്ക് വൻതോതിൽ വ്യാജചാരായം ഒഴുകുന്നു. എക്സൈസ് പരിശോധന കർശനമാക്കി. മാലിന്യ സംസ്കരണത്തിന് നടപടിയില്ല. കാഞ്ഞങ്ങാട്ടെ സമീപ റോഡുകളിൽ മാലിന്യം തള്ളുന്നത് പതിവായി. പുല്ലൂർപെരിയയിലെ INTUC നേതാവ് P. രാഘവന്റെ സ്മാരക സ്തൂപം വീണ്ടും തകർത്തു. പ്രതിഷേധവുമായി നേതാക്കൾ. കോട്ടച്ചേരി മേൽപ്പാലത്തിന്റെ നിർമ്മാണം ഉടൻ തുടങ്ങണം. CITU കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം സമാപിച്ചു. സമ്പൂർണ്ണ ശുചിത്വ പദ്ധതിക്ക് തയ്യാറായി പുല്ലൂർപെരിയ. മുഴുവൻ വീടുകളിലും ശൗചാലയം ഒരുങ്ങുന്നു. വാർത്തകൾ വിശദമായി. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ ഏകാധിപതിയായി പെരുമാറുകയാണെന്ന് ആരോപിച്ച് UDF കൗൺസിലർമാരുടെ പ്രതിഷേധം. UDF കൗൺസിലർമാർ നഗരസഭാ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. വികസന പ്രശ്നങ്ങളിൽ നഗരസഭാ ചെയർമാൻ ഏകപക്ഷീയമായ നടപടികൾ സ്വീകരിക്കുന്നതാരോപിച്ചാണ് UDF കൗൺസിലർമാർ സമരവുമായി രംഗത്ത് വന്നത്. ഹോസ്ദുർഗ് സ്മൃതി മണ്ഡപ പരിസരത്ത് വെച്ച് കൗൺസിലർമാർ പ്രകടനമായി എത്തിയാണ് നഗരസഭാ ഓഫീസിന് മുന്നിൽ സമരം നടത്തിയത്. നഗരസഭയിലെ സ്വതന്ത്ര കൗൺസിലർമാരും സമരത്തിൽ പങ്കെടുത്തു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് P. മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ സമരം ഉദ്ഘാടനം ചെയ്തു. K. മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷനായി. മുസ്ലിം ലീഗ് നേതാവ് ബഷീർ വള്ളിക്കോത്ത്, CMP നേതാവ് V. കമ്മാരൻ, കോൺഗ്രസ് നേതാവ് DV ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് രാമചന്ദ്രൻ, ഹസൈനാർ, M. കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭയിലെ UDF ഭരണകാലത്തെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് DYFI രംഗത്ത്. DYFI പ്രവർത്തകർ നഗരസഭാ ഓഫീസിന് മുന്നിൽ പോസ്റ്റർ പതിച്ചു. മുൻകാല UDF ഭരണസമിതിയുടെ കാലത്തെ അഴിമതികളും അന്വേഷണ ബ്ലോക്ക് കമ്മിറ്റി രംഗത്ത് വന്നു. സമരപ്രഖ്യാപനത്തിന് മുന്നോടിയായി നഗരസഭാ ഓഫീസിന് മുന്നിൽ വ്യാപകമായി പോസ്റ്ററുകൾ പതിച്ചു. അതിർത്തി കടന്നും വ്യാജചാരായം ഒഴുകുന്നു. കാസർഗോഡ് അടൂരിൽ വൻ ചാരായവേട്ട. അടൂർ പൈറക്കടുത്ത് നടത്തിയ റെയ്ഡിലാണ് വൻ മദ്യശേഖരം കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് കുഞ്ഞപ്പ എന്നയാളാണ് അറസ്റ്റിലായത്. ഓണത്തോടനുബന്ധിച്ച് വൻതോതിൽ ചാരായം വാറ്റുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ റെയ്ഡിലാണ് മദ്യം പിടികൂടിയത്. ഓണക്കാല സീസൺ ലക്ഷ്യമിട്ട് ഗ്രാമങ്ങളിലും മലയോരങ്ങളിലും വാറ്റുചാരായവും അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള മദ്യക്കടത്തും വ്യാപകമാകുന്നുവെന്ന പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് എക്സൈസ് സംഘം റെയ്ഡ് നടത്തിയത്. കാസർഗോഡ് താലൂക്കിലെ അടൂർ വില്ലേജിൽ പയറടക്കം എന്ന സ്ഥലത്ത് വെച്ച് 1500-1500ഓളം ലിറ്റർ വാശം 20 ലിറ്റർ ചാരായമായിട്ട് കുഞ്ഞപ്പൻ മകൻ രാമുണ്ണി, അത് പയറടക്കം ദേശത്തുള്ള കുഞ്ഞപ്പൻ മകൻ രാമുണ്ണി എന്നാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇയാൾ ഓണസമയത്ത് കഴിഞ്ഞ വർഷം കിട്ടിയായിരുന്നു, പക്ഷേ അന്ന് അറസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു, ആളിനെ പിടിയിട്ടില്ലായിരുന്നു. പക്ഷേ ഈ വർഷം ആളിനെ കിട്ടിയായിരുന്നു. ഇയാൾ സ്ഥിരമായിട്ട് ഓണസമയത്തോട് ഓണം, വിഷു അങ്ങനെ സമയത്ത് വിഷു കേന്ദ്രങ്ങളിൽ ഉത്സവ സമയത്ത് കേന്ദ്രീകരിച്ചിട്ടാണ് ഇയാൾ വീടിനടുത്ത് കുറച്ച് ദൂരത്താണ്, കൂടുതൽ ദൂരത്താണ് ഇയാൾ വാശൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. റെയ്ഡിന് എക്സൈസ് ഇൻസ്പെക്ടർ ടോണി S. ഐസക്, പ്രിവന്റീവ് ഓഫീസർമാരായ CK അഷ്റഫ്, സന്തോഷ് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ MM പ്രസാദ്, നിഷാദ് P. നായർ, മനോജ്, രാജീവൻ എന്നിവർ നേതൃത്വം നൽകി. നഗരമാലിന്യങ്ങൾ ബൈപ്പാസ് റോഡുകളിലേക്ക് തള്ളുന്നത് പതിവായി. വെള്ളായിപ്പാലം റോഡിൽ മാലിന്യ കൂമ്പാരം. നാടൊട്ടുക്ക് രോഗങ്ങൾ പടരുമ്പോൾ മാലിന്യ സംസ്കരണത്തിന് വഴികണ്ടെത്താനാവാതെ വരയുന്ന കാഞ്ഞങ്ങാട് നഗരസഭയോട് ചേർന്നുള്ള റോഡുകളിലെ കാഴ്ചയാണിത്. നോർത്ത് കോട്ടച്ചേരി വെള്ളായിപ്പാലം റോഡിൽ ഗതാഗതത്തെ പോലും തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് മാലിന്യങ്ങൾ തള്ളിയിരിക്കുന്നത്. വാഹനയാത്രയെ പോലും തടസ്സപ്പെടുത്തും വിധം സാമൂഹ്യ വിരുദ്ധ ശക്തികൾ മാലിന്യം വലിച്ചെറിഞ്ഞ് കടന്നുപോയിരിക്കുകയാണ്. വർഷങ്ങളായി മാലിന്യ സംസ്കരണത്തിന് സ്ഥിരം സംവിധാനമില്ലാതെ വീർപ്പുമുട്ടിക്കഴിയുന്ന കാഞ്ഞങ്ങാട് നഗരത്തിലെ ആഘോഷങ്ങളുടെ ബാക്കിപത്രമാണ് ഇത്തരം മാലിന്യ കൂമ്പാരങ്ങൾ. കാക്കകളും തെരുവുനായകളും കൊത്തിവലിക്കുന്നതോടെ ഇത്തരം മാലിന്യ കൂമ്പാരങ്ങൾ കൂടുതൽ സാമൂഹിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് പതിവ്. മുന്നറിയിപ്പുകളും കാവലുകളും നടക്കുന്നുണ്ടെങ്കിലും കാഞ്ഞങ്ങാട്ടെത്തുന്നവർക്ക് ഓരോ പുലർക്കാലവും സമ്മാനിക്കുന്നത് ഇത്തരം മാലിന്യ കാഴ്ചകൾ തന്നെയാണ്. കുറ്റക്കാരെ കണ്ടെത്തി കർശന നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്.
ക്യാമറമാൻ ദിനേശോടൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. INTUC ജില്ലാ സെക്രട്ടറിയായിരുന്ന പി രാഘവന്റെ സ്മാരക സ്തൂപം പുല്ലൂർപെരിയയിലെ കുമ്പളയിൽ തകർത്ത നിലയിൽ. INTUC ജില്ലാ നേതാക്കൾ സ്ഥലം സന്ദർശിച്ചു. INTUC ജില്ലാ സെക്രട്ടറിയായിരുന്ന പി രാഘവന്റെ സ്മരണയ്ക്കായി പുല്ലൂർപെരിയയിലെ കുമ്പളയിൽ നിർമ്മിച്ച സ്മാരക സ്തൂപം രണ്ടാം തവണയും തകർത്തു. സ്മാരക സ്തൂപം തകർത്ത നടപടിയിൽ INTUC ജില്ലാ നേതാക്കൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. INTUC ദേശീയ സമിതി അംഗം അഡ്വക്കേറ്റ് MC ജോസിന്റെ നേതൃത്വത്തിൽ നേതാക്കൾ സ്ഥലം സന്ദർശിച്ചു. സ്തൂപം തകർത്തതിന് പിന്നിൽ CPM പ്രവർത്തകരാണെന്ന് അഡ്വക്കേറ്റ് MC ജോസ് ആരോപിച്ചു. സ്മാരക സ്തൂപം തകർത്തവരെ കണ്ടുപിടിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് INTUC ജില്ലാ പ്രസിഡന്റ് PG ദേവ് അറിയിച്ചു. കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും ജില്ലാ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് PG ദേവ്, ജില്ലാ ജനറൽ സെക്രട്ടറി തോമസ് സെബാസ്റ്റ്യൻ, ഉദുമാർ റീജിയണൽ പ്രസിഡന്റ് ടി ചന്ദ്രശേഖരൻ, INTUC യങ് വർക്കേഴ്സ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടറി CV രമേശ്, ജില്ലാ പ്രസിഡന്റ് KV ഗോപകുമാർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. കോട്ടച്ചേരി മേൽപ്പാലത്തിന്റെ പണി ഉടൻ ആരംഭിക്കണമെന്ന ആവശ്യം. CITU കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം സമാപിച്ചു. കോട്ടച്ചേരി കുന്നുമ്മൽ ബാങ്ക് ഹാളിലായിരുന്നു സമ്മേളനം നടന്നത്. കോട്ടച്ചേരി മേൽപ്പാലത്തിന്റെ പണി എത്രയും പെട്ടെന്ന് ആരംഭിക്കണമെന്നും സെപ്റ്റംബർ 2 നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിനും മുഴുവൻ തൊഴിലാളികളും രംഗത്തിറങ്ങണമെന്നും CITU കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CITUവിന്റെ സമ്മേളനം നടക്കുമ്പോൾ നമ്മൾ പ്രധാനമായും ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന കാര്യങ്ങൾ ഇന്ന് ലോകത്തും രാജ്യത്തും നിലനിൽക്കുന്ന സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പ്രശ്നങ്ങൾ, അതോടൊപ്പം നമ്മുടെ സംഘടനാപരമായ കാര്യങ്ങൾ, കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അവലോകനം, പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ്, ഈ കാര്യങ്ങളെല്ലാമാണ് നമ്മുടെ സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ടയായി വരുന്നത്. CITU എന്ന് പറയുന്ന സംഘടന ഒരു സാർവദേശീയ വീക്ഷണമുള്ള സംഘടന. ടി കുര്യൻ അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK നാരായണൻ, VV രമേശൻ, കാറ്റാടി കുമാരൻ, A മാധവൻ, ചന്ദ്രശേഖരൻ, DV അമ്പാടി തുടങ്ങിയവർ സംസാരിച്ചു. ബല്ലാരാജൻ സ്വാഗതം പറഞ്ഞു. പുതിയ ഭാരവാഹികളായി ടി കുര്യനെ പ്രസിഡന്റായും KV രാഘവനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് BD ലേബർ യൂണിയൻ. BD ലേബർ യൂണിയൻ CITU കോട്ടച്ചേരി ഡിവിഷൻ സമ്മേളനം മേലാങ്കോട്ട് നടന്നു. BD ലേബർ യൂണിയൻ CITU കോട്ടച്ചേരി ഡിവിഷൻ സമ്മേളനം മേലാങ്കോട്ട് വെച്ചായിരുന്നു നടന്നത്. CPM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി P നാരായണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പക്ഷേ മാനവനെ ജീവിക്കാൻ ആവശ്യമായ ഒരു സംവിധാനം ഉണ്ടാക്കാൻ നമ്മുടെ ഇടപെട്ട പ്രസ്ഥാനങ്ങൾക്കും പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും പ്രത്യേകിച്ച് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ ശക്തമായ രീതിയിൽ അതിന് അനുകൂലമായി നിന്നതിന്റെ ഫലമായി നമുക്ക് പോകേണ്ടതാണ്. P ലീല അധ്യക്ഷയായി. PV നാരായണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. P കൃഷ്ണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. യൂണിയൻ താലൂക്ക് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി M രാമൻ, വൈസ് പ്രസിഡന്റ് DV അമ്പാടി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുകയുണ്ടായി. പ്രസിഡന്റായി P ലീല, സെക്രട്ടറിയായി PV നാരായണൻ, വൈസ് പ്രസിഡന്റായി C ലക്ഷ്മി, ജോയിന്റ് സെക്രട്ടറിയായി P കൃഷ്ണൻ എന്നിവരെയും തെരഞ്ഞെടുത്തു. പുല്ലൂർപെരിയയിലെ മുഴുവൻ വീടുകൾക്കും ശൗചാലയം നിർമ്മിക്കാൻ ജലനിധി വഴി പദ്ധതിയായി. ധനസഹായ വിതരണം നടന്നു. പുല്ലൂർപെരിയയിലെ ശൗചാലയമില്ലാത്ത മുഴുവൻ വീടുകൾക്കും ശൗചാലയം നിർമ്മിക്കാൻ ധനസഹായം നൽകാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. 547 അപേക്ഷകളാണ് ഇതിനകം പഞ്ചായത്തിൽ ലഭിച്ചിട്ടുള്ളത്. ശൗചാലയം പൂർത്തീകരിച്ച 29 കുടുംബങ്ങൾക്ക് ധനസഹായം വിതരണം ചെയ്തു. ഒക്ടോബർ 2 എല്ലാ വീടുകളിലും ശൗചാലയം നിർമ്മിക്കാനാണ് തീരുമാനം. BPL APL വ്യത്യാസമില്ലാതെ 15,400 രൂപയാണ് ധനസഹായം നൽകുന്നത്. പഞ്ചായത്ത് CDS ഹാളിൽ നടന്ന ചടങ്ങിൽ ശൗചാലയം പൂർത്തീകരിച്ച കുടുംബങ്ങൾക്കുള്ള ധനസഹായം വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ S നായർ ധനസഹായ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P കൃഷ്ണൻ അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ BV വേലായുധൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M ഇന്ദിര, ജലനിധി പ്രൊജക്ട് കമ്മീഷണർ അരുൺ ശേഖർ, പഞ്ചായത്ത് സെക്രട്ടറി A ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ 7ാം ശമ്പള കമ്മീഷൻ റിപ്പോർട്ടിൽ ജീവനക്കാരെ തീർത്തും അവഗണിച്ചുവെന്ന ആരോപണം. തപാൽ RMS യൂണിയൻ ഏകോപന സമിതി സമരപ്രഖ്യാപന കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. കേന്ദ്ര സർക്കാരിന്റെ 7ാം ശമ്പള കമ്മീഷൻ റിപ്പോർട്ടിൽ ജീവനക്കാരെ തീർത്തും അവഗണിക്കുകയാണെന്ന് തപാൽ RMS യൂണിയനുകളുടെ സമരപ്രഖ്യാപന കൺവെൻഷൻ പ്രമേയത്തിലൂടെ കുറ്റപ്പെടുത്തി. വിലക്കയറ്റം, സ്വകാര്യവൽക്കരണം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതിഷേധിച്ച്
സെപ്റ്റംബർ 2 നടക്കുന്ന പൊതുപണിമുടക്കിൽ മുഴുവൻ ജീവനക്കാരും പങ്കെടുക്കണമെന്ന് കൺവെൻഷൻ അഭ്യർത്ഥിച്ചു. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ കോൺഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി PV രാജേന്ദ്രൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. CAG-യുടെ മുൻ ഡയറക്ടറായിരുന്ന വിനോദ് റോയിയുടെ ഒരു ലേഖനം വന്നു ഇതിനിടയിൽ. അതിൽ പറയുന്നത് 2% വർധനവ് മാത്രമേ കേന്ദ്ര ജീവനക്കാർക്ക് ലഭിക്കുന്നുള്ളൂ എന്നതാണ്. നോക്കണം, 10 വർഷത്തിന് ശേഷം വരുന്ന ഒരു കമ്മീഷനാണ്. ഇനി അടുത്ത ഒരു കമ്മീഷൻ ഗവൺമെന്റ് നിയമിച്ചാൽ തന്നെ അത് വരണമെങ്കിൽ 10 വർഷം കഴിയണം. MC രാധാകൃഷ്ണൻ അധ്യക്ഷനായി. M കുമാരൻ നമ്പ്യാർ, C അശോക് കുമാർ, KP പ്രേംകുമാർ, PV നാരായണൻ, K ഹരി, രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉത്തരമലബാർ ജലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. വള്ളംകളി മത്സരങ്ങൾക്കുള്ള പരിശീലനം ആരംഭിച്ചു. മയിച്ച AKG ക്ലബിന്റെ തുഴച്ചിൽ പരിശീലനത്തിന്റെ ഫ്ളാഗ് ഓഫ് അരണായിക്കടവിൽ നടത്തി. മയിച്ച AKG സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഈ വർഷത്തെ വള്ളംകളി പരിശീലനത്തിന്റെ ഫ്ളാഗ് ഓഫ് ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ നടുഭാഗം ചുണ്ടിനു വേണ്ടി തുഴയെറിഞ്ഞ മയിച്ച AKG ടീമിനുള്ള അനുമോദനവും ഞായറാഴ്ച രാവിലെ അരണായിക്കടവിൽ നടന്നു. ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ തുഴച്ചിൽ പരിശീലനത്തിന് ഫ്ളാഗ് ഓഫ് ചെയ്തു. സന്ദേശമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നടുഭാഗത്തിന് വേണ്ടി ഈ പറഞ്ഞ രീതിയിലേക്ക് നമ്മുടെ മയിച്ചയിലെ AKG ക്ലബിന്റെ പ്രവർത്തകർ അവിടെ പങ്കെടുത്തുകൊണ്ട് 2ാം സ്ഥാനം, ഞാൻ പത്രത്തിൽ വായിച്ചത് 3ാം സ്ഥാനമാണ്. പിന്നെ ശരീരം വിളിച്ചപ്പോഴാണ് 2ാം സ്ഥാനം നിറഞ്ഞത്. 2ാം സ്ഥാനം നേടുക എന്ന് പറഞ്ഞാൽ ചിന്തപ്പെട്ട കാര്യമില്ല. നടുഭാഗം എന്ന് പറയുന്നത് 1952 പ്രധാനമന്ത്രി പങ്കെടുത്തിട്ടുള്ള പ്രൈം മിനിസ്റ്റർ ട്രോഫിയിൽ ആദ്യമായി ഈ പരനിലേക്ക് 1ാം സ്ഥാനം ലഭിച്ച നടുഭാഗത്തിന് ഈ മയിച്ച ഈ വടക്കേറ്റത്തെ ജില്ലയിൽ നിന്നും ആളുകൾ പോകുക എന്ന് പറഞ്ഞത് നമ്മുടെ അഭിമാനം തന്നെയാണ്. ക്ലബ്ബ് പ്രസിഡന്റ് K രാജീവൻ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV കുഞ്ഞിരാമൻ അനുമോദന പ്രസംഗം നടത്തി. M അച്യുതൻ മാസ്റ്റർ നടുഭാഗം ചുണ്ടിനു വേണ്ടി തുഴഞ്ഞ ക്ലബ്ബ് അംഗങ്ങൾക്കുള്ള ഉപഹാരങ്ങൾ സമ്മാനിച്ചു. KM ഗിരീഷ്, സുധീരൻ മയിച്ച, രാജു വെള്ളൂർ എന്നിവർ സംസാരിച്ചു. K ബാലകൃഷ്ണൻ സ്വാഗതവും M പങ്കജാക്ഷൻ നന്ദിയും പറഞ്ഞു. കാസർഗോഡ് റവന്യൂ ജില്ലാ TTI അധ്യാപക കലോത്സവം ഓഗസ്റ്റ് 25 നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 4 TTIകളിൽ നിന്നായി 375ഓളം അധ്യാപക വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. 25 രാവിലെ 3 വേദികളിലായി മത്സരം നടക്കും. മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാലതി സുരേഷ് ഉദ്ഘാടനം ചെയ്യും. ഡയറ്റ് ഉൾപ്പെടെയുള്ള 4 TTIകളിലെ 375ഓളം അധ്യാപക വിദ്യാർത്ഥികൾ മത്സരത്തിനെത്തും. ചിത്രരചന, ഉപന്യാസം, കഥാരചന, കവിതാരചന, ഉപന്യാസം എന്നീ സ്റ്റേജിതര മത്സരങ്ങൾക്കു പുറമെ സ്റ്റേജ് മത്സരങ്ങളിൽ മാപ്പിളപ്പാട്ട്, പദ്യം ചൊല്ലൽ, പ്രസംഗം, പ്രഭാഷണം, ലളിതഗാനം, സംഘഗാനം, മോണോ ആക്ട് എന്നിവ നടക്കുമെന്നും സംഘാടകർ പറഞ്ഞു. കാസർഗോഡ് റവന്യൂ ജില്ലാ TTI കലോത്സവം ഈ 25-ാം തീയതി ഡയറ്റ് മായ്പാടിയിൽ വെച്ച് നടത്തപ്പെടുകയാണ്. 4 TTIകളിൽ നിന്നും ഏകദേശം 400ഓളം അവിടെ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ച അധ്യാപക വിദ്യാർത്ഥികളുടെ മത്സര ഇനങ്ങളാണ് 25-ാം തീയതി നടത്തപ്പെടുന്നത്. രാവിലെ ഫ്ലാഗ് ഹോസ്റ്റിംഗ് നടത്തപ്പെടും. അതിനുശേഷം ബഹുമാന്യായ മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മാലിന്യ സുരേഷ് അവർ ഉദ്ഘാടനം നടത്തപ്പെടുന്ന ചടങ്ങാണ്. 25-ാം തീയതി സ്റ്റേജ് ഇനങ്ങളാണ്. 11 ഇനങ്ങളിലായി
ഏകദേശം 375 പേരാണ് പങ്കെടുക്കുന്നത്. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ മഹാലിംഗേശ്വര രാജ്, കൃഷ്ണകുമാർ, സുഫൈജ അബൂബക്കർ, ജനാർദ്ദനൻ, രമേശ തുടങ്ങിയവർ സംബന്ധിച്ചു. അടോട്ട് മൂത്തേടത്ത് കുതിര പഴയസ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്തെ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. അടോട്ട് മൂത്തേടത്ത് കുതിര പഴയസ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്തെ വാർഷിക ജനറൽ ബോഡി യോഗം ദേവസ്ഥാന പരിസരത്ത് വെച്ചാണ് നടന്നത്. ചടങ്ങിൽ പ്രസിഡന്റ് T. ഹരിഹരൻ അധ്യക്ഷനായി. K. കുമാരൻ, VV കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. കുശവൻകുന്ന് റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കുശവൻകുന്ന് റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചത്. അജാനൂർ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV രാഘവൻ ഉദ്ഘാടനം ചെയ്തു. അവന്റെ ജീവിതത്തിലുടനീളം അവന്റെ ജോലിയിലും അവന്റെ പ്രവർത്തനത്തിലെല്ലാം തന്നെ കലയുടേതായ അംശം നമുക്ക് നിലനിർത്തി നിൽക്കാൻ വേണ്ടി കഴിയും, കാണാൻ വേണ്ടി കഴിയും. ചെടിയിൽ പണിയെടുക്കുന്ന ഒരു കർഷക തൊഴിലാളി കാള പൂട്ടുമ്പോൾ അവന്റെ കയ്യിലുള്ള പുല്ലാഞ്ഞി കമ്പ് അല്ലെങ്കിൽ കാളയെ നിയന്ത്രിക്കാനുള്ള വടി എടുത്ത് ചുഴറ്റുമ്പോഴും ചുണ്ടിൽ നിന്ന് വിരിയുന്നത് മനുഷ്യന്റെ വിയർപ്പിന്റെ ഗന്ധമുള്ള പാട്ടുകളാണ്. ക്ലബ് പ്രസിഡന്റ് N. സുകുമാരൻ അധ്യക്ഷനായി. CPM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗം മൂലക്കണ്ടം പ്രഭാകരൻ കുട്ടികൾക്കുള്ള ഉപഹാര വിതരണം ചെയ്തു. K. മോഹനൻ, K. വിശ്വനാഥൻ, NV ഹരിത, അശോകൻ NV, N. ശശിധരൻ, സുമേഷ്, V. നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് പുതിയകണ്ടം ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗോപൂജ നടന്നു. വിശ്വകർമ്മ ക്ഷേത്രം പൂജാരി വേണുഗോപാലിന്റെ കാർമ്മികത്വത്തിലാണ് ഗോപൂജ ചടങ്ങുകൾ നടന്നത്. ഗോപൂജയുടെ പ്രാധാന്യത്തെക്കുറിച്ചും നവീന കാലഘട്ടത്തിലെ ഗോസംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ജില്ലാ സംഘചാലക് P. ഗോപാലകൃഷ്ണൻ മാസ്റ്റർ സംസാരിച്ചു. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരളം ശ്രീകൃഷ്ണ വേഷങ്ങളുടെയും അതേപോലെ നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിലുള്ള നമ്മുടെ ദേവീദേവന്മാരുടെയും രൂപം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ വർഷം പോകുന്തോറും അത് കൂടുതൽ ഗംഭീരമായി വളരെ നന്നായിട്ട് അച്ചടക്കത്തോടും ഐക്യത്തോടും കൂടിയിട്ട് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് ബാലഗോകുലത്തിൻ്റെ ഒരു ആരംഭമാണ്. ആ ആരംഭത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ഇന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അതിലേക്ക് അണിചേരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്ന് മെല്ലെ മെല്ലെ ഡൽഹിയിലും ബാംഗ്ലൂരും അതുപോലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും അത് ആരംഭിച്ച് വളരെ നന്നായിട്ട് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അജാനൂർ പഞ്ചായത്ത് 9ാം വാർഡ് മെമ്പർ ഗീതാ ബാബുരാജ് അധ്യക്ഷയായി. K. ബാലകൃഷ്ണൻ, P. പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. UAE കല്യാൽ കൂട്ടായ്മ കുടുംബസംഗമം മാവുങ്കാലിൽ നടന്നു. നന്ദനം ഓഡിറ്റോറിയത്തിലാണ് കുടുംബസംഗമം നടന്നത്. UAE കല്യാൽ കൂട്ടായ്മ കുടുംബസംഗമം മാവുങ്കാൽ നന്ദനം ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു നടന്നത്. കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവും ഭാരതീയ സംസ്കൃതി പുരസ്കാര ജേതാവുമായ ഡോക്ടർ RC കരിപ്പത്ത് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. റേഡിയോ, ബൈനോക്കുലർ ക്യാമറ, ഓട്ടം പിടിക്കുന്ന യന്ത്രം നമുക്ക് കൊണ്ടത് തന്നെ, വാച്ച്, അത് കേട്ടപ്പോ മുത്തശ്ശി അമ്മയ്ക്ക് ആകെ നാണായി. എന്നിട്ടോ ഇത്രയും കാലം കെട്ടാത്ത വാച്ച്. അപ്പൊ അമ്മമ്മേ, എനിക്ക് തോന്നുന്നത് അമ്മാവൻ ഇതായിരിക്കാൻ കൊണ്ടുവരാൻ കാരണം നല്ല സമയം നോക്കിയിട്ട് അമ്മക്ക് പോകാനായിരിക്കുക, അല്ലാണ്ട് മരിക്കാൻ കിടക്കുന്നവർക്ക് വാച്ച്. റേഡിയോ, ബൈനോക്കുലർ ക്യാമറ, വാച്ചും ഫ്രിഡ്ജും. അന്ന് 20 കൊല്ലം മുമ്പ് ഈ ഫ്രിഡ്ജ് എല്ലാവർക്കും അറിയില്ല. ഇപ്പൊ നമ്മുടെ അമ്മമ്മയുടെ ചെറിയ ഫ്രിഡ്ജ്, നേരത്തെ മീൻകറി ബാക്കിയായ ഫ്രിഡ്ജ്. പയ്യന്നൂർ SS ഓർക്കസ്ട്രയുടെ ഗാനമേളയും ഏറെ ശ്രദ്ധേയമായി.
തുടർന്ന് ബാലൻ നീലേശ്വരത്തിന്റെ മാജിക് ഷോയും അരങ്ങേറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നഗരസഭാ ചെയർമാൻ ഏകപക്ഷീയമായി പ്രവർത്തിക്കുന്നുവെന്ന് ആരോപണം. കാഞ്ഞങ്ങാട് നഗരസഭയ്ക്ക് മുന്നിൽ UDF കൗൺസിലർമാരുടെ സമരം. UDF ഭരണകാലത്തെ അഴിമതി അന്വേഷിക്കണമെന്ന ആവശ്യം. DYFI പ്രവർത്തകർ നഗരസഭാ ഓഫീസിന് മുന്നിൽ പോസ്റ്റർ പതിച്ചു. ഓണം സീസൺ മുൻനിർത്തി ജില്ലയിലേക്ക് വൻതോതിൽ വ്യാജ ചാരായം ഒഴുകുന്നു. എക്സൈസ് പരിശോധന കർശനമാക്കി. മാലിന്യ സംസ്കരണത്തിന് നടപടിയില്ല. കാഞ്ഞങ്ങാട്ടെ സമീപ റോഡുകളിൽ മാലിന്യം തള്ളുന്നത് പതിവായി. പുല്ലൂർ പെരിയയിലെ INTUC നേതാവ് P. രാഘവന്റെ സ്മാരക സ്തൂപം വീണ്ടും തകർത്തു. പ്രതിഷേധവുമായി നേതാക്കൾ. കോട്ടച്ചേരി മേൽപ്പാലത്തിന്റെ നിർമ്മാണം ഉടൻ തുടങ്ങണം. CITU കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം സമാപിച്ചു. സമ്പൂർണ്ണ ശുചിത്വ പദ്ധതിക്ക് തയ്യാറായി പുല്ലൂർ പെരിയ. മുഴുവൻ വീടുകളിലും ശൗചാലയം ഒരുങ്ങുന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.